എന്തുകൊണ്ടുണ്ട് സഹോദരന്മാരെ? എന്തുകൊണ്ടിട്ടായിട്ട് മനുഷ്യന്മാരുടെ ഒരു പ്രശ്നം കേട്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അതുക്കുള്ള ഉത്തരത്തെ സൂറത്തുൽ അഹ്സാബിൽ നമുക്ക് പഠിപ്പാട്ടിട്ടുണ്ട്. അല്ലാഹു ആദം നബി അലൈഹിസ്സലാമിന്റെ മുതൽ നിന്നിട്ട് ഖിയാമത്ത് നാളത്തോളം ജീവിക്കുകയുള്ള ആണും പെണ്ണുമായ ഓരോ മനുഷ്യരെയും ആദം നബിയുടെ മുതൽ നിന്നിട്ട് പുറത്തെടുത്ത അല്ലാഹു അൽബിൻ അല്ലാഹു ഖുർആനിൽ ചൊല്ലുന്നത് ഇന്നാ അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർദി വൽ ജിബാൽ. അല്ലാഹു ഒരു അമാനത്തിനെ ഏൽപ്പിക്കുക ചെയ്തു മനുഷ്യൻ. ആ അമാനത്തിനെ അല്ലാഹു ഓരോ സൃഷ്ടിരൊട്ടികയും കേട്ട ആകാശത്തൊട്ടിക അല്ലാഹു കേട്ട ആ അമാനത്തെ ഏറ്റെടുക്കും. അതേപോലെ ഭൂമിയിലിട്ട് അല്ലാഹു ആവശ്യപ്പെട്ട ആ അമാനത്തെ ഏറ്റെടുക്കും. വലിയ പർവ്വത ആ പർവ്വതത്തൊട്ടിക അല്ലാഹു ആവശ്യപ്പെട്ട നീ അമാനത്തെ നിങ്ങൾ ഏറ്റെടുക്കും. മാത്രമാ ഫഅബൈന അൻ യഹ്മിൽനഹാ വഅശ്ഫഖന മിൻഹാ, അങ്ങ് അത് ഏറ്റെടുക്കുക തയ്യാറായില്ല. ആകാശ ഭൂമി പർവ്വത അങ്ങനെയുള്ള ഏതെല്ലാം ജീവിയുണ്ടാ ഒരു ജീവിയും ആ അമാനത്തെ ഏറ്റെടുക്കുക തയ്യാറായിട്ടില്ല. എന്ന് മാത്രമല്ല വഅശ്ഫഖന മിൻഹാ, അത് ഏറ്റെടുക്കുക അങ്ങ് പേടിച്ച അങ്ങ് ധൈര്യം ഇല്ലാത്തത് ഏറ്റെടുക്കുക. മാത്രമാ വഹമലഹൽ ഇൻസാൻ, മനുഷ്യ അത് ഏറ്റെടുത്ത ഇത് ഞാൻ ഏറ്റെടുക്കുക ചെന്നിട്ട് മനുഷ്യ അല്ലാഹുവിൽ മുന്നിട്ടിട്ട് ആ അമാനത്തെ ഏറ്റെടുത്ത ഇന്നഹു കാന ളലൂമൻ ജഹൂല. അല്ലാഹു ജല്ല മനുഷ്യത ഏറ്റെടുത്തായെങ്കിൽ അവನು ജഹൂല, അവನು ജാഹിലായിട്ടിക്കற, ಅವನು ಅಜ್ಞತೆಯನ್ನು ಉಳ್ಳವನು. ಅವನಿಗೂ ಗೊತ್ತಿಲ್ಲ ಈ ಅಮಾನತೆ ഏറ്റെടുത്തെങ്കിൽ എന്തെല്ലാം ആവുമുണ്ടു, അല്ലെങ്കിൽ ഈ അമാനത്തെ ഏറ്റെടുത്തിട്ടായെങ്കിൽ എന്തെല്ലാം സംഭവിക്കരുത് അവനിക്ക് ಗೊತ್ತಿಲ್ಲ. നമുക്ക് ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാർ ചൊല്ലത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിന്റെ ഈ അമാനത്തുമായിട്ട് അല്ലാഹു പോയപ്പോൾ ആദം നബി കേട്ടു വമൽ അമാന, അല്ലാഹുവേ എന്തരെ ഈ അമാനത്ത്? ഈ അമാനത്തിന്റെ പ്രത്യേകത എന്താ? അല്ലാഹു ചൊല്ലുന്നു ഇൻ അദ്ദൈതഹാ ജുസീത വഇൻ ലയ്യഅതഹാ ഉഖിബ്ത. ഈ അമാനത്തിന്റെ പ്രത്യേകത, ഈ അമാനത്തെ യഥാർത്ഥ രൂപത്തിൽ പൂർത്തീകരിച്ചെങ്കിൽ ജുസീത നിനക്ക് കൂലി കിട്ടും, അതുക്കുള്ള പ്രതിഫലം കിട്ടും. വഇൻ ലയ്യഅതഹാ, ആ അമാനത്തെ കൃത്യമായിട്ട് പൂർത്തീകരിക്കാണ്ട് അതിൽ നിങ്ങൾ കുറത്തെ കൊമ്പെന്നാറുണ്ടായെങ്കിൽ ഉഖിബ്ത, നിനക്ക് ശിക്ഷ കിട്ടും. ഇതായിട്ട് അമാനത്തിന്റെ പ്രത്യേകത. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി ചൊല്ലുന്നു ഐ റബ്ബി ഹമൽതുഹാ ബിമാ ഫീഹാ, അല്ലാഹുവേ ഞാനത് ഏറ്റെടുക്കുക ചൊല്ലിട്ട് ആദം നബി അലൈഹിസ്സലാം ചൊല്ലുണ്ടായിരിക്കുന്നു. ആ ഹദീസിലെ ബാക്കി നമുക്ക് കാണാം ഫമാ മകത ഫിൽ ജന്നതി ഇല്ലാ ഖദറ മാ ബൈനൽ അസ്രി ഇലാ ഗുറൂബി ശംസി ഹത്താ അമില ബിൽ മഅസിയ. ആ അമാനത്ത് ഏറ്റെടുത്തിട്ട് ആദം നബി എത്ര നേരം സ്വർഗ്ഗത്തിൽ നിന്ന് അസറിന്റെ മഗ്രിബിക്ക് മുന്നുള്ള സ്വർഗ്ഗത്ത് ആദം നബി പുറത്തായി. ആ അമാനത്തെ ഏറ്റെടുത്തിട്ട് അസറിന്റെ ടൈമിലായിട്ട് ആദം നബി ആ അമാനത്തെ ഏറ്റെടുത്തു. മഗ്രിബിക്ക് മുന്നുള്ള ആ വൃക്ഷത്തിലുള്ള ആ ഫ്രൂട്ട് തിന്നിട്ട് ആദം നബി സ്വർഗ്ഗത്ത് പുറത്തായിട്ടുണ്ട്. അപ്പൊ ആ അമാനത്തിന്റെ ഗൗരവമായിട്ട് ഈ ഹദീസ് നമുക്ക് ചൊല്ലുന്നുണ്ട്. അത്രയും ഗൗരവമുള്ളതായിട്ട് ആ അമാനത്ത്. അങ്ങനെ ആദം നബി അലൈഹിസ്സലാം ആ നരകത്തിൽ നിന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തുപോയി. അപ്പൊ സഹോദരന്മാരെ, ആ അമാനത്തെ ഏറ്റെടുത്തങ്ങായിട്ട് നാടും ഞങ്ങൾ ഓരോരുത്തരും ആ അമാനത്തിന്റെ ഗൗരവത്തെ ഞങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ എല്ലാവരുടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് പരിശുദ്ധ ഖുർആനിൽ ചൊല്ലുന്നത് മൻ അമില സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ. നിങ്ങൾ എന്തിനാണ് ഈ അമാനത്ത് ചൊല്ലുന്നത്? എന്തിനത്? ഈ അമാനത്ത് വേറൊന്നുമല്ല. ആ അമാനത്തിന് ഈ ആയത്തിൽ അല്ലാഹു വിശദീകരിച്ചോളൂ. മൻ അമില സാലിഹ, സാലിഹായ അമലാക്കണം. അത്തരം നിങ്ങൾ സ്വാലിഹായ അമലാക്കണം. ആണും പെണ്ണുമായ നിങ്ങളെ മനുഷ്യന്മാരെ നിങ്ങൾ അമലാക്കിയാറിട്ടായെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമില്ലെങ്കത്തെ ജീവിത പരിശുദ്ധ ഈ ദുനിയാവിലുണ്ടോ. വലനജ്സിയന്നഹും അജ്റഹും